ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അബ്ബീത് പിന്നാക്കിൾ അക്കാദമി. എല്ലാവർക്കും അബ്ബീത് പിന്നാക്കിൾ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിങ്ങൾ ആ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ GP എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു ഒരു ക്ലാസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ലെക്ചർ കൂടി വരും. ആ ലെക്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സം ഓഫ് എന്താ സ്പെഷ്യൽ സീരീസും പിന്നെ ഒരു GPയിലെ ടേംസിന്റെ സമ്മും പ്രോഡക്റ്റും തന്നിട്ട് ആ ടേംസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൊള്ളുക. ദ സം ഓഫ് ഫസ്റ്റ് 3 terms of a GP ഈസ് 13/12 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദ ടേംസ്. അപ്പോൾ ഒരു GPയിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസുകളുടെ സമ്മും പ്രോഡക്റ്റും തന്നിട്ട് ആ ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ APയിലും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു മക്കളെ അങ്ങനെ APയിൽ ചെയ്തപ്പോൾ പ്രത്യേകത? നമ്മൾ കോമൺലി APയിലെ ടേംസിനെ കൺസിഡർ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ സമ്മും പ്രോഡക്റ്റും വന്നപ്പോൾ. അതുപോലെ തന്നെ നമ്മളിവിടെ GP കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ടേംസിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. അതാണ് ഈ കണക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ഉത്തരത്തിലെത്തുന്നത്. ഷുവറായിട്ട് 4 മാർക്ക് or 5 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കണക്കുകളിലൊന്നാണ്. സോ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ GPയെ കോമൺലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് മക്കളെ? നമ്മുടെ GPയുടെ കോമൺ റെപ്രസെന്റേഷൻ പറയുന്നത് ഫസ്റ്റ് AR സ്ക്വയർ എക്സെട്ര ഈ പോകുന്നതാണ് നമ്മുടെ GPയുടെ കോമൺ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ സമ്മും പ്രോഡക്റ്റും വരുന്ന കേസിൽ നമ്മൾ GPയെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? A ഉണ്ട്, AR ഉണ്ട്. എന്നാൽ ഫസ്റ്റ് ടൈം ആയിട്ടല്ല നമ്മൾ A കൺസിഡർ ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പ് A/R എന്നൊരു ടേമിനെ കൂടി കൺസിഡർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇവിടെ നിന്നും സമ്മിന്റെ കേസിൽ നിന്ന് A കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കേസിൽ നിന്നും A ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ സമ്മും പ്രോഡക്റ്റും GPയുടെ കാര്യത്തിൽ 3 ടേംസിന്റെ പറഞ്ഞാൽ നമ്മൾ GPയെ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് മക്കളെ? A/R, AR. ക്ലിയർ ആണല്ലോ? ഇനി എളുപ്പമാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവാം അല്ലെ. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വൈപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ സം ഓഫ് ഫസ്റ്റ് 3 terms ഓഫ് എ GP. അപ്പോൾ GPയുടെ ഫസ്റ്റ് 3 terms ആരൊക്കെയാ? ഫസ്റ്റ് 3 terms A/R പ്ലസ് A പ്ലസ് AR. അതാണല്ലോ അവരുടെ സമ്മ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മക്കളെ? 13/12. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും പറഞ്ഞ് അവിടെ ഇട്ടേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? ദെയർ പ്രോഡക്റ്റ്, അവരുടെ ഗുണനഫലം പറയുന്നുണ്ട് -1 ആണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിനെ എഴുതാം A/R ഇൻറ്റു A ഇൻറ്റു AR ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. നോക്കിയ മക്കളെ, ഇവിടെ ഒരു ഡിവൈഡ് ബൈ R കിടപ്പുണ്ട്, ഇവിടെ ഒരു ഇൻറ്റു R ഉണ്ട്. തമ്മിൽ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. പോയിട്ട് നമുക്ക് എന്ത് മാത്രം വരും? A ഇൻറ്റു A ഈസ് ഈക്വൽ ടു -1. എന്താ മക്കളെ? A ഇൻറ്റു A ക്യൂബ്. അപ്പൊ നമുക്ക് കിട്ടും A ക്യൂബ് ഈസ് ഈക്വൽ ടു -1 എങ്കിൽ AR ആണ്. നമ്മൾ -1ന്റെ പവേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. -1ന്റെ പവർ വരുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഉത്തരത്തിൽ കിട്ടുന്നത് +1ഉം, നമുക്ക് -1ന്റെ പവറിൽ വരുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്നത് -1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന -1 ആണ് എങ്കിൽ നമുക്ക് എഴുതാം A ഈസ് ഈക്വൽ ടു എന്തെന്ന്? -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മുടെ അടുത്ത ഇക്വേഷൻ എടുത്ത് എഴുതാണ്. ഇക്വേഷൻ നമ്പർ 1 AR പ്ലസ് A പ്ലസ് AR ഈസ് ഈക്വൽ ടു 13/12 ആണ്. നോക്കിയാൽ മക്കളെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് Aനെ ഇങ്ങ് കോമൺ എടുക്കാം അല്ലെ. ഇക്വേഷനിൽ A കോമൺ എടുത്താൽ എന്തോരും മക്കളെ? A ബ്രാക്കറ്റിന് വെളിയിൽ വന്നു. A/R പോയാലും 1/R മാത്രമാണ് അവിടെ ഉള്ളത്. സോ 1/R പ്ലസ്, ഇനി Aയിൽ നിന്നും A പോയാലോ? A മാത്രം അല്ല, സോറി 1 മാത്രം പ്ലസ്. ഇനി എന്തുണ്ട് മക്കളെ? ARൽ നിന്ന് നമ്മൾ A എടുക്കുന്നു, ബാക്കി എന്ത് മാത്രമുണ്ട്? ഒരു R മാത്രമുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? 13/12. ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ? നമ്മുടെ Aയുടെ വാല്യൂവായ -1നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും മക്കളെ? -1 ഇൻറ്റു 1/R പ്ലസ് 1 പ്ലസ് R ഈസ് ഈക്വൽ ടു 13/12 കേട്ടോ. മുമ്പും 12 ആയിരുന്നു, എഴുതാൻ മറന്നു പോയി. ഓക്കെ, അപ്പൊ നോക്കിക്കൊള്ളുക. ഇനി -1നെ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന ആളാണ്, നമുക്ക് ഈക്വൽ ടുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ ഇവിടെ കിടക്കുന്ന -1 ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും മക്കളെ? ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. അറ്റ് എ ടൈം തന്നെ നമ്മുടെ RHSൽ ആ 13ന്റെ താഴെ ആര് കിടപ്പുണ്ട്? ഒരു 12 കിടപ്പുണ്ട്. ഈ വൃത്തിയോട്ടവരെ നമുക്ക് ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 12 ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും മക്കളെ? ഇൻറ്റു ആയിട്ട് മാറും. സോ സ്റ്റെപ്പ് നോക്കിക്കൊള്ളുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നോക്കിക്കോളുക. അപ്പൊ എന്തെന്ന് വരും? 12 ഇൻറ്റു LHSൽ 1/R പ്ലസ്
1 പ്ലസ് ആർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരികയാണ്, ഡിവൈഡ് ആണ്. നിങ്ങൾ നോക്കിക്കോളാം, ഞാൻ സൈഡിൽ വെറുതെ ഒന്ന് കാണിക്കാം, നിങ്ങൾ +1 ആണ്, സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല എന്നറിയാം. 13/12 ഇനി -1 ഇപ്പുറത്തോട്ട് വരിക, ഡിവൈഡ് ആകുകയാണ്, ഡിവൈഡ് ബൈ -1 നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യും, അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, -13/12. സോ ഞാൻ ഒറ്റയടിക്ക് എടുക്കുന്നു, -13 എത്ര ഒന്ന് 12 ഇല്ല കേട്ടോ, 12 നമ്മൾ ഓൾറെഡി കൊണ്ടുപോയി. സോ എന്തെന്ന് കിട്ടും, നമുക്ക് -13 എന്ന് മാത്രം കിട്ടും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 12 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 12 × 1/r. അപ്പോൾ എന്തെന്ന് കിട്ടും മക്കളെ, 12/r എന്ന് കിട്ടും. പ്ലസ് 12 × 1 എത്ര കിട്ടും, 12 കിട്ടും. പ്ലസ് 12 × r എത്ര കിട്ടും മക്കളെ, 12r എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -30. തീർന്നില്ല, ഇത് നോക്കിയേ, ഈ ഡിവൈഡ് കിടക്കുന്ന ആറിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 കൊണ്ടിട്ട് ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, മൾട്ടിപ്പിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷനെ മുഴുവനായിട്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, 6 കൊണ്ടിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് r × 12/r പ്ലസ് 12 പ്ലസ് 12r ഈസ് ഈക്വൽ ടു 30 -30. ഈ -30 ഈക്വൽ ടു ബോത്ത് സൈഡിലുമാണ്, അല്ലെങ്കിൽ ഇക്വേഷനെ മുഴുവനായിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, 6 കൊണ്ടിട്ട്. സോ ഒരു ഹോൾ ബ്രാക്കറ്റ് കൊടുത്തേക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ r × 12/r, 6 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് മാത്രം വരും മക്കളെ, ഒരു 12 മാത്രം വരും. അടുത്ത സ്റ്റെപ്പിൽ r × 12 എത്ര മക്കളെ, r × 12 12r ആണ് അല്ലേ, പ്ലസ് r × 12r 12r സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ -13 ഉണ്ട്, -13 × r -13r എന്ന് കിട്ടും. ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പിൽ ഈ -13r ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരിക, +13r ആവും. അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ ഓൾറെഡി ഒരു 12r² കിടപ്പുണ്ട്. ഇത് നോക്കിയ മക്കളെ, ഇവിടെ ഒരു 12r ഉണ്ടായിരുന്നു, പ്ലസ് ഈക്വൽ ടു ഇപ്പുറത്ത് ആര് വരുന്നു, 13r ഇപ്പുറത്ത് വരുമ്പോൾ +13r ആവുന്നു. പ്ലസ് ഇനി എന്ത് കൂടിയുണ്ട്, ഒരു 12 കൂടിയുണ്ട്, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം, 12r² പ്ലസ് 13r + 12r എന്ന് വെച്ചാൽ 25r ആണ്, പ്ലസ് 12 ഈക്വൽ ടു 0. കണ്ടിട്ടുണ്ടോ മക്കളെ ഈ ഒരു ഫോമിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ? ഇത് കിടക്കുന്നത് ax² + bx + c = 0 എന്ന ഫോമിലാണ്, വിച്ച് മീൻസ് ഇതാരാണ് മക്കളെ, നമ്മുടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ ഏത് ഉപയോഗിക്കും, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല, x = -b ± √b² - 4ac/2a. ഇതിൽ ആരാണ് എ ബി സി എന്നുള്ളത് അറിയാലോ. എ എന്ന് പറയുന്നത് x² ആരാണോ അയാളുടെ കോയഫിഷ്യന്റ് ആണ്, ബി എന്ന് പറയുന്നത് x ആരാണോ അയാളുടെ കോയഫിഷ്യന്റ് ആണ്, സി എന്ന് പറയുന്നത് ആരാണോ കോൺസ്റ്റന്റ് ആ ടൈമാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിന് എന്തെന്ന് കിട്ടും മക്കളെ, നിങ്ങളിത് ചെയ്ത് വരുമ്പോൾ -32/24 ഓർ എന്തെന്ന് കിട്ടും, -18/24. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉത്തരത്തിൽ -4/3 ഓർ അതിന് എന്തെന്ന് എഴുതാം, -3/4 എന്ന് എഴുതാം കേട്ടോ, -3/4. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുന്നത് ഞാൻ കാണിക്കാത്ത, നിങ്ങൾ 10th തൊട്ടേ പഠിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ സമ്മും പ്രോഡക്റ്റുമാണ് ചോദ്യത്തിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ടേംസിനെ കൺസിഡർ ചെയ്യേണ്ടത് a/r a/ar ഈ ഒരു ഫോമിലായിരിക്കും. ദെൻ നമ്മൾ അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആരെ കിട്ടും മക്കളെ, എ എന്ന് പറയുന്ന ആൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആറിനെയാണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് കിട്ടിയിരിക്കുന്നത്, r എന്നുള്ള നമ്മുടെ കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മക്കളെ, ഇവിടുന്ന് ടേംസിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് കണക്ക് മസ്റ്റ് ആയിട്ടും എക്സാമിന് പ്രതീക്ഷ തന്നെ പോവുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് സം ഓഫ് എനി ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ഒരു സ്പെഷ്യൽ സീക്വൻസ് ആണ്, നമ്മുടെ APO അല്ല GPO അല്ല, ഇതിന്റെ സമ്മിന് അല്ലെങ്കിൽ n ടേംസിന്റെ സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിച്ചേണ്ട പോവുക. കാര്യം GP മാത്രം ഉള്ളതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കുക. സോ ഞാൻ ഫസ്റ്റ് എന്താണ് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയുന്നത് വെച്ചാൽ ഇത് വെച്ച് പഠിക്കാനാണ് ബാക്കിയുള്ള ആളുകൾ ചോദിച്ചാലും എളുപ്പം. സോ ഇത് ഫസ്റ്റ് വൺ പഠിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. 9 + 99 + 999 + etc. ഓക്കെ ആണല്ലോ മക്കളെ. ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന അറേഞ്ച്മെന്റ് ആണ്. എന്താണ് അറേഞ്ച്മെന്റ്, നമുക്ക് 9 എന്ന് പറയുന്ന ആളെ 10 - 1 എന്ന് എഴുതാം. തെറ്റുവല്ലോ ഉണ്ടോ, 10 × 1 = 9 തന്നെയാണ് അല്ലെ. അതുപോലെ 99 നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ, 100 - 1 എന്ന് എഴുതാം. പറ്റില്ലേ? അതുപോലെ തന്നെ 999 നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ, 1000 - 1 എന്ന് എഴുതാം. തെറ്റുവല്ലതും ഉണ്ടോ, തെറ്റൊന്നുമില്ല. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അറേഞ്ച്മെന്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ xn = സം എഴുതുകയാണ്. എന്തെന്നാണ് മക്കളെ, ആദ്യം 9 പകരം 10 - 1 പ്ലസ് 99 പകരം 100 - 1 പ്ലസ് ആരെന്നാണ് 999 പകരം 1000 - 1 പ്ലസ് എക്സെട്രാ പ്ലസ് എന്താണ് n ടേംസ്. എത്രയോ ടേംസ് ഉണ്ടോ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് നോക്കിയേ, വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങളോടും ശ്രദ്ധിച്ച് നമുക്കിതിനെ 10 - 1 അതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ 100 - 1 എന്ന് പറഞ്ഞ ഒരാൾ കിടക്കുന്നത്, നമുക്കതിനെ 10² - 1 എന്ന് എഴുതി കൂടെ. കാര്യം
100 ഈസ് ഈക്വൽ ടു എന്താണ് 10 ഇൻറ്റു 10 അഥവാ 10 സ്ക്വയർ ആണ്. സോ നമുക്ക് അതിന് എന്തെന്ന് എഴുതാം 100 മൈനസ് 1നെ 10 സ്ക്വയർ മൈനസ് 1. അപ്പം നമ്മൾ അതിന് കൊടുക്കുന്നു 10 സ്ക്വയർ മൈനസ് 1 പ്ലസ് എന്താ മക്കളെ വരുന്നത് 1000 മൈനസ് 1. 1000 ആരാ മക്കളെ 10ന്റെ ക്യൂബാണ്. സോ നമുക്ക് അതിന് എഴുതാം 10 ക്യൂബ് മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ് മക്കളെ വരുന്നത് n ടേംസ്. തീർന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 10നെ കോമൺ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് വരും മക്കളെ 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് ആ 10ന്റെ ടൈമിൽ എല്ലാം വെളിയിൽ എടുക്കുന്നു 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും 10 റൈസ് ടു n എന്ന് വരും കേട്ടോ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി മൈനസ് കോമൺ ആയിട്ട് കൊടുക്കുന്നു. മൈനസിൽ ഇനി ബ്രാക്കറ്റിൽ എന്താ വരുന്നത് ആ 1 മാത്രമാണ്. അപ്പോ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാ നോക്കിയ മക്കളെ ഈ കിടക്കുന്നത് ആരാ 10 10ന്റെ സ്ക്വയർ 10ന്റെ ക്യൂബ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജിപിയുടെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. a എത്രയാണ് മക്കളെ 10 ആണ്. r എത്രയാണ് മക്കളെ 10 എങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തെന്ന് വരും മക്കളെ ഇക്വേഷനകത്ത് എക്ക് പകരം നമ്മൾ 10 കൊടുക്കുന്നു. r റൈസ് ടു n മൈനസ് പകരം 10 റൈസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ എന്ത് വരും മക്കളെ 10 മൈനസ് 1 മൈനസ് ഇത് കഴിഞ്ഞ് ഇയാളുടെ സം. ഇവിടെയാണ് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവാറുള്ളത് അല്ലെ സാറേ ഈ ആളിന് പകരം എന്തിനാണ് n കൊടുക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോളെ ഇവിടെയുള്ള എല്ലാ ടൈമും 1 തന്നെയാണ്. ഇപ്പോ ഇവിടുത്തെ 3 ടൈംസിന്റെ സമ്മാണ് സാറ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ 1 പ്ലസ് 1 പ്ലസ് 1 ഉത്തരം എത്ര വരുന്നത് 3. അപ്പോൾ 3 ടേംസിന്റെ സം 3 ആണ്. അതുപോലെ ഇനി 5 ടേംസിന് എടുക്കുന്നത് അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 5 ടേംസിന്റെ സം എത്രയാണ് 5 ആണ്. എങ്കിൽ ഇവിടുത്തെ n ടേംസിന്റെ സം എന്ന് പറയുന്നത് ഓൾസോ എന്തായിരിക്കും മക്കളെ n ആയിരിക്കും അല്ലെ. അപ്പോൾ ഇത്രയും ആളുകൾ കൂടെ പകരം നമുക്ക് ഒറ്റയടിക്ക് എന്തെന്ന് കൊടുക്കാം മൈനസ് n എന്ന് കൊടുക്കാം. ഇത്രയും മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്ത് നോക്കിയ മക്കളെ 10 ഇൻറ്റു 10 റൈസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ 10 മൈനസ് 1 എന്ന് വെച്ചാൽ മക്കളെ 9 ആണ് മൈനസ് 9 എന്ന് വന്നു. ഇനി ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എങ്ങനെ ഈ 10 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. അപ്പൊ 10 ഇൻറ്റു എന്താ 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 റൈസ് ടു n ആണ്. നമുക്കറിയാം ഇത് 10 റൈസ് ടു 1 ആണ്. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്ന ഫോർമുലയാണ്. അപ്പോൾ a റൈസ് ടു m പ്ലസ് n. അപ്പോൾ നമുക്ക് ഇനി എന്താന്ന് എഴുതാം മക്കളെ 10 റൈസ് ടു n പ്ലസ് 1 എന്ന് എഴുതാം. സോ എന്തെന്ന് വരും 10 ഇൻറ്റു n പ്ലസ് 1. ഇനി 10 ഇൻറ്റു എന്താ മക്കളെ മൈനസ് 1 ആണ്. സോ മൈനസ് 10 കിട്ടും ഡിവൈഡ് ബൈ 9 മൈനസ് n. ഒന്നെങ്കിൽ ഈ ഒരു ഫോമിൽ വേണമെങ്കിൽ ഇടാം. ഇനി ഇവിടെയും നിർത്താറില്ല ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടും 10 റൈസ് ടു n പ്ലസ് 1 മൈനസ് 10. അതുപോലെ അടുത്തത് നമുക്ക് 9 ഇൻറ്റു മൈനസ് n. അപ്പോൾ നമുക്ക് മൈനസ് 9n കിട്ടും ഡിവൈഡ് ബൈ ആര് തന്നെ താഴെ 9 തന്നെ. ഇതിന് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ എഴുതും 10 റൈസ് ടു n പ്ലസ് 1 മൈനസ് 9n മൈനസ് 10 ഡിവൈഡ് ബൈ 9. ദിസ് ഈസ് ദി ഇക്വേഷൻ. എന്ത് ഈ സ്പെഷ്യൽ സീരീസിന്റെ സമ്മിന്റെ ഇക്വേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. നല്ല രീതിയിൽ പഠിച്ചു നോക്കുക. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ സെക്ഷനിൽ നിന്ന്. സോ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചോളുക. നേരെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കണക്ക് കൂടി ഞാനങ്ങ് പറയുകയാണ്. ഏതാണ് മക്കളെ 5 പ്ലസ് 55 പ്ലസ് 555. അപ്പോൾ ആദ്യത്തെ ഒരു കണക്ക് പഠിച്ചാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. പിന്നെ ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പിന് ഡിഫറൻസ് ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ 10-1 അല്ലെങ്കിൽ 10-5 എന്ന ഫോമിൽ എടുക്കാൻ പറ്റില്ല ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി ആദ്യം ഇവിടെ 9 എന്ന് പറയുന്ന ആളെ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച ഫോമിലേക്ക് എത്തിക്കാൻ നോക്കും. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഹോൾ ഇക്വേഷനിൽ നിന്ന് 5നെ ഇങ്ങ് കോമൺ എടുക്കും. അപ്പോൾ നമുക്ക് കിട്ടും 5 ബ്രാക്കറ്റിന് വെളിയിൽ വരുന്നു. ബാക്കി അകത്ത് 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. എക്സെട്ര പ്ലസ് എന്തെന്ന് വരും n ടേംസ്. ഓക്കെ, ഇത് നോക്കിയാൽ മക്കളെ ഈ കിടക്കുന്ന ഇക്വേഷനിൽ നമുക്ക് 9 കൊണ്ടുവരണം. 1 9 ആവണം അല്ലെങ്കിൽ 11 99 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഇക്വേഷന് മാറ്റം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിൽ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ബ്രാക്കറ്റിനകത്ത് ഒരു 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് എന്ത് വരും 5/9. വെളിയിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അകത്ത് 9 കൊണ്ട് എന്താ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ 9 ഇൻറ്റു 1 9 വരും. പ്ലസ് 9 ഇൻറ്റു 11 99 വരും. പ്ലസ് 9 ഇൻറ്റു 999 വന്നു. പ്ലസ് എക്സെട്ര പ്ലസ് എന്തെന്ന് വരും മക്കളെ n ടേംസ് എന്ന് വന്നു. ഓക്കെ, ഇപ്പം ഏകദേശം തൊട്ട് മുമ്പത്തെ കണക്ക് പോലെ. ഇനി ബാക്കി പഴയതുപോലെ തന്നെ. ഇനി നോക്കിയേ 5/9 നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നു. 9 നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ 10 മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് 99 നമുക്ക് എന്തെന്ന് എഴുതാം 100 മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് 909 നമുക്ക് എന്ത് എഴുതാം 1000 മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര പ്ലസ് എന്തെന്ന് എഴുതാം മക്കളെ n
ടേംസ് എന്ന് എഴുതുക അല്ലേ. ഇനി മുമ്പത്തെ പോലെ ഇവിടെ നമ്മൾ ആരെ കോമൺ എടുക്കുന്നു? 10ന്റെ ആളുകളെ. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? 5/9 ബ്രാക്കറ്റിനുള്ളിൽ അതുപോലെ തന്നെ 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എന്താ 10⁻n. ഇനി ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് എന്താ മക്കളെ? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. ഓക്കെ, നോക്കിയാ മക്കളെ, വീണ്ടും ആര് വന്നു? GP വന്നു. ഓക്കെ, GPയുടെ സമ്മിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടെന്ന് കരുതുന്നു, തൊട്ട് മുമ്പത്തെ കണക്കിലെ പോലെ. സോ നമുക്ക് എന്ത് എഴുതാം? 5/9 ഇൻറ്റു ബ്രാക്കറ്റിൽ a r⁻n−1 സോ a എന്ന് പറയുന്നത് 10 ആണ്. വീണ്ടും ബ്രാക്കറ്റിനകത്ത് 10 r⁻n−1 അപ്പോൾ 10n−1 ഡിവൈഡ് ബൈ എന്ത് വരും മക്കളെ? 10-1. ഇനി മൈനസ് എന്തെന്നാ? ഇത്രയും ആളുകളുടെ സമ്മ് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു. എന്താണ്? നമ്പർ ഓഫ് ടേംസിന് ഈക്വൽ ആണ്. സോ -n എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ തൊട്ട് മുമ്പത്തെ പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫൈനൽ ഫോമിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ ഈ പഠിപ്പിച്ച 3 ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് എക്സാമിന് പോകാവുള്ളൂ. GPയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉള്ള സെക്ഷനിൽ നിന്ന് മസ്റ്റായിട്ടും ഈ രണ്ടിൽ ഒരാളെ ചോദിച്ചിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? സമ്മും പ്രോഡക്റ്റും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ എന്താണ്? ദ സം ഓഫ് സ്പെഷ്യൽ സീരീസ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കണക്കാണ് 8 + 88 + 888 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ഇത്തരത്തിൽ 5 കോമൺ എടുത്ത പോലെ 8 കോമൺ എടുക്കുക. എന്നിട്ട് അവിടെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും പുറത്ത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. പിന്നെ 10ന്റെ ടൈമിൽ കൊണ്ടുവരിക, GPയുടെ ഇക്വേഷൻ എടുക്കുന്നു, മറ്റേടത്ത് n കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളോട് തമ്പനെയിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈൻ ഓഫ് ബൈ സൽമാൻ.